സയ്യിദുനാ യൂസുഫ് അലൈഹിസ്സലാം ഖുർആൻ പരിചയപ്പെടുത്തിയ ഒരു കുട്ടിയാണ്. ചെറുപ്പത്തിൽ ഒരു സ്വപ്നം കണ്ട യൂസുഫ് നബി അലൈഹിസ്സലാം തൻ്റെ പിതാവിനോട് പറഞ്ഞു, വാപ്പാനോട് പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട പിതാവേ, ഞാനൊരു സ്വപ്നം കണ്ടിരിക്കുന്നു. ഇന്നി റഅയ്തു അഹദ അശറ കൗകബൻ വശംസ വൽ ഖമറ റഅയ്തുഹും ലീ സാജിദീൻ. യാ അബതി, എൻ്റെ പ്രിയപ്പെട്ട വാപ്പ, ഇന്നി റഅയ്തു, തീർച്ചയായും ഞാൻ കണ്ടിരിക്കുന്നു, അഹദ അശറ കൗകബൻ 11 നക്ഷത്രങ്ങളെയും, വശംസ വൽ ഖമറ സൂര്യനെയും ചന്ദ്രനെയും, റഅയ്തുഹും ലീ സാജിദീൻ, അവകൾ എനിക്ക് സുജൂദ് ചെയ്യുന്നതായി കണ്ടിരിക്കുന്നു. വാപ്പ പറഞ്ഞു, മോനെ, ലാ തഖസ്സുസു റുയാക അലാ ഇഖ്വതിക, നിന്റെ സഹോദരങ്ങളോട് നീ കണ്ട സ്വപ്നത്തെ നീ പറയരുത്. ഫയകീദൂ ലക കൈദ, അവർ നിനക്കെതിരെ കുതന്ത്രങ്ങൾ പ്രയോഗിക്കും കേട്ടോ. പോയിന്റ് മാത്രമേ പറഞ്ഞുള്ളൂ കേട്ടോ, കഥ പറയണില്ല. കഥ എല്ലാവർക്കും അറിയണതാണ്, പോയിന്റ് മാത്രമാണ് പറഞ്ഞത്. യൂസുഫ് നബി അലൈഹിസ്സലാം ഒരു സ്വപ്നം കണ്ടു. വാപ്പാനോട് സ്വപ്ന വിവരങ്ങൾ പറഞ്ഞപ്പോൾ വാപ്പ പറഞ്ഞു, മോനെ, നിന്റെ സഹോദരങ്ങളോട്, ജ്യേഷ്ഠാനുജന്മാരോട് ഈ സ്വപ്നത്തിൻ്റെ കഥ നീ പറയരുത്, അവർ നിനക്കെതിരെ കുതന്ത്രങ്ങൾ പ്രയോഗിക്കുന്നതാണ്. വലിയൊരു പഠനമാണ്. നമ്മളൊരു സ്വപ്നം കണ്ടാൽ നമുക്ക് ഖൈറുണ്ടാവണം എന്നാഗ്രഹിക്കുന്ന ആളുകളോടല്ലാതെ ആ സ്വപ്നം പറയാൻ പാടില്ല. സ്വപ്ന വ്യാഖ്യാനത്തിനൊരു പ്രത്യേകത ഉണ്ട്. ഒരാളോട് നമ്മളൊരു സ്വപ്നം പറയുമ്പോൾ അത് കേട്ട ആൾക്ക് ആദ്യം തോന്നുന്നത് എന്താണോ മിക്കവാറും അതുതന്നെയായിരിക്കും ആ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം മിക്കവാറും അതുതന്നെയായിരിക്കും. അപ്പോൾ ഖൈർ ഉദ്ദേശിക്കാത്ത ഒരാളോട് നമ്മൾ ഒരു സ്വപ്നം പറയുകയും ആ സ്വപ്നത്തിന് നല്ലതല്ലാത്ത ഒരു വിശദീകരണം അയാൾ പറയുകയും ചെയ്താൽ ആ വിശദീകരണം നമുക്ക് കേടായി ഭവിക്കുന്നതാണ്. നല്ലോണം മനസ്സിലാക്കണം ഞാൻ ഈ പറഞ്ഞത്. നമ്മൾ സ്വപ്നം കണ്ടാൽ ഒരാളോട് പറയുമ്പോൾ അയാൾ നമുക്ക് എന്തെങ്കിലും ഒരു വിശദീകരണം തരും. ഉദാഹരണമായിട്ട് ഇപ്പോൾ മരിച്ചുപോയ ഒരാളെ കണ്ടു. അപ്പോൾ നമ്മളൊരാളോട് പറയും, ഞാൻ അങ്ങനെ മരിച്ചുപോയ വല്യപ്പാനെ കണ്ടു, എൻ്റെ കാര്യം മഹാകഷ്ടം, വിശദീകരണം. ഇങ്ങനെ ഒരു വിശദീകരണം കൊടുത്താൽ ഈ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം എന്ത് തന്നെയാണ്? ആ പറഞ്ഞത് തന്നെയാണ്. വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒരു സ്വപ്നം ഒരാൾ ആദ്യമായി ഒരാളോട് പറയുകയും അയാൾ അതിന് ഒരു വിശദീകരണം നൽകുകയും ചെയ്താൽ ഈ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം അതുതന്നെ ആവാൻ ഏറെ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിനക്ക് ഖൈറിനെ ഉദ്ദേശിക്കാത്തയും ഖൈർ കൊണ്ട് സംസാരിക്കുകയും ചെയ്യാത്ത ഒരാളോട് നീ കണ്ട സ്വപ്നം പറയാൻ പാടില്ല. യൂസുഫ് നബി അലൈഹിസ്സലാം ഒരു സ്വപ്നം കണ്ടപ്പോൾ തൻ്റെ വാപ്പ കൊടുക്കുന്ന നിർദ്ദേശമാണ്, നിൻ്റെ ജ്യേഷ്ഠാനുജന്മാരോട് വരെ നീ നിൻ്റെ ഈ സ്വപ്നത്തെക്കുറിച്ച് പറയരുത്. സ്വപ്നം 2 തരത്തിലുണ്ട്. ഒന്ന് ഉറക്കത്തിൽ കാണുന്ന സ്വപ്നമുണ്ട്, 2 ഉണർച്ചയിൽ കാണുന്ന സ്വപ്നവും ഉണ്ട്. സ്വപ്നം 2 തരത്തിലുണ്ട്. ഉറക്കത്തിൽ മാത്രമല്ല സ്വപ്നമുള്ളത്, ഉണർച്ചയിലും സ്വപ്നമുണ്ട്. നമ്മുടെ മക്കളെ കുറിച്ചുള്ള നമ്മുടെ സ്വപ്നങ്ങൾ നമുക്കും മക്കൾക്കും ഖൈർ ഉദ്ദേശിക്കാത്തവരോട് പറയാൻ പാടില്ല. അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല. അവരുടെ ഉൾക്കൊള്ളാൻ കഴിയായ്മ നമ്മളെ ബാധിക്കുന്നതാണ്. അതുകൊണ്ട് അങ്ങനെ പറയരുത്. ഉറക്കത്തിൽ കാണുന്നത് മാത്രമല്ല സ്വപ്നം, ഉണർച്ചയിലും സ്വപ്നമുണ്ട്. യൂസുഫ് നബിയോട് തന്നെ ജയിലാളികൾ വന്ന് പറഞ്ഞ സ്വപ്നം അവർ കണ്ട സ്വപ്നമായിരുന്നില്ല. അവർ വന്നിട്ട് പറഞ്ഞ സ്വപ്നം എന്താ? ഒരാൾ വന്നിട്ട് പത്രിയുമായി രാജാവിന് കൊണ്ടുപോകുന്ന സമയത്ത് തലയിൽ നിന്ന് കാക്കകൾ കൊത്തിപ്പറിക്കുന്നത് ഞാൻ കണ്ടു. വേറൊരാൾ രാജാവിന് ഞാൻ വീഞ്ഞു നൽകുന്നത്, ജ്യൂസ് നൽകുന്നത് ഞാൻ കണ്ടിരിക്കുന്നു. 3 ആൾ 3 സ്വപ്നം പറഞ്ഞപ്പോൾ സ്വപ്നം എന്തെന്നുള്ളതല്ല പ്രശ്നം. യൂസുഫിനെ കൊടുത്ത മറുപടി, നിങ്ങളുടെ അടുക്കൽ ഒരു ഭക്ഷണം കൊണ്ടുവരികയാണെങ്കിൽ അതിൻ്റെ വിശദീകരണവും ഞാൻ പറഞ്ഞു തരാം. എന്തേ അങ്ങനെ പറയാണ്ടായ കാരണം? അവർ കണ്ട സ്വപ്നമായിരുന്നില്ല പറഞ്ഞത്. ഉണ്ടാക്കി പറയുന്ന സ്വപ്നത്തിനും എന്തുണ്ട്? തഅബീറുണ്ട്. അയാൾക്ക് അങ്ങനെ ഉണ്ടാക്കി പറയാൻ തോന്നിയില്ലേ, അതിനൊരു കാരണമുണ്ട്. അതാണ് ഇതിൻ്റെ തഅബീർ. അപ്പോൾ കണ്ട സ്വപ്നത്തിന് മാത്രമല്ല തഅബീറുള്ളത്, കാണാതെ പറയുന്ന സ്വപ്നത്തിനും തഅബീറുണ്ട്. അതുകൊണ്ട് ഉറക്കത്തിൽ കാണുന്ന സ്വപ്നങ്ങൾക്ക് മാത്രമല്ല തഅബീർ, ഉണർച്ചയിൽ നമ്മളെ കുട്ടികളെക്കുറിച്ച് നമ്മൾ വിചാരിക്കുന്ന സ്വപ്നങ്ങൾക്കും തഅബീറുണ്ട്. അങ്ങനത്തെ സ്വപ്നം പോലും നമുക്ക് ഖൈറിനെ ഉദ്ദേശിക്കാത്ത ഒരാളോട് പറയാൻ പാടില്ലെന്നാണ് യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് വാപ്പ കൊടുത്ത സന്ദേശങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശം.